ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനലിലെ ആദ്യത്തെ ട്രാവലോഗ് വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ 3 വർഷം മുമ്പ് നടത്തിയ അർമേനിയൻ യാത്രയുടെ ആദ്യത്തെ വീഡിയോ. ഇന്ന് നമ്മൾ പോകുന്നത് ഗാർണി ക്ഷേത്രത്തിലേക്കും ആർച്ച് ഓഫ് ചാരൻസ് എന്നുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുമാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ട്രാവലോഗ് സീരീസ്, അർമേനിയൻ ട്രാവലോഗ് സീരീസ് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവരും വാച്ച് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സോ വെൽക്കം ടു അവർ ചാനൽ ലൈഫ് ചാപ്റ്റേഴ്സ്. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഒരു ദീർഘമായ യാത്രയാണ്. അതുകൊണ്ട് തന്നെ 1-2 എപ്പിസോഡ്സായിട്ട് നമുക്കിത് ഒരുമിച്ച് കാണാം. ഇന്ന് ഞങ്ങൾ ആദ്യം എത്തിയത് ആർച്ച് ഓഫ് ചാരൻസ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഞങ്ങളെ വരവേറ്റത് പഴയ ഒരു ഹിന്ദി സിനിമയായ മേരാ നാം ജോക്കറിലെ ഒരു പാട്ടാണ്. ഇന്ത്യക്കാരായ ടൂറിസ്റ്റുകളെ കണ്ടുകൊണ്ടായിരിക്കണം അവിടെ ഒരാൾ അക്കോഡിയനിൽ ആ പാട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഇനിയിപ്പോൾ ആർച്ച് ഓഫ് ചാരൻസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, അർമേനിയൻ കവിയായ യക്ഷി ചാരൻസിൻ്റെ സ്മരണാർത്ഥം 1957 നിർമ്മിച്ചതാണിത്. പുള്ളി ഇവിടെ വന്നിരുന്ന് കവിതകൾ എഴുതിയിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇത് മഞ്ഞുകാലത്താണ് കുറേ കൂടി സുന്ദരമായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നത്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഒരു വരണ്ട പ്രദേശമായിട്ടാണ് കാണുന്നത്. എന്നിരുന്നാലും മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. നമുക്ക് അർമേനിയൻ പട്ടണത്തിൻ്റെ ഒരു വിദൂര കാഴ്ചയൊക്കെ ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. ഞങ്ങൾ അധികം സമയമൊന്നും അവിടെ ചിലവഴിച്ചില്ല. കുറച്ച് സമയമൊക്കെ അവിടെ നിന്നു, അവിടുത്തെ വാലിയുടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു. പിന്നെ ചൂട് കൂടി വരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു. ഇവിടെ നിന്നുകൊണ്ട് അരാരാത് പർവ്വതത്തിൻ്റെ ഒരു വ്യൂ ഒക്കെ ചില സമയത്ത് കാണാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, മേഘങ്ങളൊക്കെ മൂടിയിരുന്നുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനായ ഗാർണിയിലേക്ക് യാത്ര തിരിച്ചു. ഇവിടുന്ന് കുറച്ച് ദൂരം നമുക്ക് ഓടാനുണ്ട്. സ്ഥിരമായിട്ടുള്ള കാഴ്ചകൾ തന്നെ, കുന്നിൻ ചെരുവുകളും ചെറിയ ചെറിയ പട്ടണങ്ങളും ചെറിയ ഗ്രാമങ്ങളും ഒക്കെ കടന്നിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും, എല്ലാ 2 സൈഡിലും പഴത്തോട്ടങ്ങളും ഫാമുകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ വീടുകളൊക്കെ വളരെ ചെറുതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ആ ചുണ്ണാമ്പലുകൊണ്ട് കെട്ടിയ വൃത്തിയുള്ള ഒരു നിർമ്മിതി തന്നെയാണ് ഇവിടുത്തെ ഒട്ടുമുക്കാലും വീടുകൾക്കുള്ളതെന്ന് എനിക്ക് തോന്നിയത്. നീണ്ട യാത്രയായിരുന്നെങ്കിലും വലിയ വിരസതയൊന്നും തോന്നാതെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ എൻജോയ് ചെയ്താണ് യാത്ര ചെയ്തത്. വേനൽക്കാലമായതിൻ്റെ ഒരു വിരസത പുറത്ത് കാണാനുണ്ട്. ഒരു വരണ്ട കാഴ്ചകളൊക്കെ ആയതുകൊണ്ട് അതൊരു മടുപ്പിക്കുന്നതാണ് കുറേ സമയം നോക്കിയിരിക്കുമ്പോൾ. മഞ്ഞുകാലമായിരുന്നെങ്കിൽ കുറേ കൂടി ഭംഗിയുള്ളൊരു യാത്രയാകുമായിരുന്നു തോന്നുന്നു. പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഈ അർമേനിയയിലെ സ്ഥിരം കാഴ്ചയായ ലാഡ കാറുകളും പഴയ വണ്ടികളൊക്കെ തന്നെയാണ് നമ്മളെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ദൂരം ഓടി ഞങ്ങൾ ഗാർണി എന്ന് പറയുന്ന വില്ലേജിലെത്തി. ഏതൊക്കെയോ ഇടവഴികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഞങ്ങൾ ഡ്രൈവറൊപ്പം ഞങ്ങളെ അവസാനം ഗാർണി ടെമ്പിളിൻ്റെ എൻട്രൻസിലേക്ക് എത്തിച്ചു. ഒരു ചുറ്റും മലനിരകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഗാർണി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലം. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇന്ന് കാണാനുണ്ട്. വണ്ടികളൊക്കെ കാണാൻ സാധിക്കും നമുക്ക് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ സംവിധാനമൊക്കെയാണ് ഇവിടെ ഉള്ളത്. ടിക്കറ്റ് കൗണ്ടർ ആണെങ്കിലും ഒക്കെ വളരെ ചെറിയൊരു സംവിധാനമാണ്. അത്രയും വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടും അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്കോ അല്ലെങ്കിൽ വലിയൊരു ടിക്കറ്റ് കൗണ്ടറോ അതിനുള്ള സംവിധാനമൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. വിദേശത്ത് വരുന്ന ആൾക്കാർക്ക് 1500 അർമേനിയൻ ഡ്രാമാണ് ചാർജ് ഇവിടെ കൊടുക്കേണ്ടത്. ക്യാമറയ്ക്കൊന്നും വേറെ എക്സ്ട്രാ ചാർജൊന്നും അവർ വാങ്ങിയിട്ടൊന്നുമില്ല. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അവിടുത്തെ ലോക്കൽസ് അവരുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന കുറേ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട്, ജാമുണ്ട്, അങ്ങനെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ കുറേ കരകൗശല വസ്തുക്കളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ ഇവിടുന്ന് ഇഷ്ടംപോലെ നമുക്ക് വാങ്ങാം. വലിയ വിലയൊന്നും ഇല്ലാതെ നല്ല ഫ്രൂട്ട്സ് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഗാർണി ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് നടന്നു തുടങ്ങി. നമ്മുടെ പാർക്കിങ്ങിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്ററോളം ഉള്ളിലേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് ഗാർണി ക്ഷേത്രം കാണാൻ പറ്റുക. പോകുന്ന വഴിയൊക്കെ നല്ല രീതിയിൽ കല്ല് പാകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 സൈഡിലും ആപ്പിൾ മരങ്ങളും ആപ്രിക്കോട്ടും പിയറും ഒക്കെയാണ് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. അതൊക്കെ എവിടെ പോയാലും കാണാൻ പറ്റുന്നൊരു സ്ഥിരം കാഴ്ചയാണ്. കുറേ യാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പം
അതൊക്കെ ഒരു സാധാരണ കാഴ്ചകൾ പോലെ തന്നെ ഞങ്ങൾക്കും തോന്നി തുടങ്ങി. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന കുറേ പട്ടികളെയാണ്. ഒരു പ്രായം കഴിയുമ്പം ഈ ഉടമസ്ഥരൊക്കെ ഉപേക്ഷിച്ച് ഇവരെ സിറ്റിയിലും കാണുന്ന സ്ഥലത്തൊക്കെ കൊണ്ട് ഉപേക്ഷിക്കലാണ് പതിവ്. അവരൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. നല്ല ഇനം ബ്രീഡുകളായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് നടന്നു. അത്യാവശ്യം ചൂടൊക്കെ ആയി തുടങ്ങി. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ എത്തിയപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. ഇപ്പം ചിന്നുവിടെ വെള്ളം കുടിക്കാൻ പോകുന്നത് അർമേനിയയിൽ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. പൈപ്പിലൂടെ കുടിവെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് അവിടെ പോയി വെള്ളം കുടിക്കാനുള്ള ഓപ്ഷൻസ് എല്ലാ സിറ്റിയിലും എല്ലാ ഇങ്ങനത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്ന് തീരെ തിരക്ക് കുറവാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഓവർ ക്രൗഡഡ് ആണെന്നും തോന്നുന്നില്ല. ഞങ്ങളിപ്പോൾ ഇതൊക്കെ മുമ്പോട്ടേക്ക് നടന്നു. 2 സൈഡിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിൾ മരങ്ങളും പിയറും ആപ്രിക്കോട്ടും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊരു മലയുടെ മുകളിലാണ് ഈ ഒരു ഗാർണി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. എനിക്ക് തോന്നുന്നു AD 77 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ചുറ്റും എന്താ പറയുക, വലിയ ഒരു മലനിരകളെ നമുക്ക് കാണാം, ഒരു കോട്ട പോലെ നിൽക്കുന്നത്. ഇതിൻ്റെ താഴ്വാരത്ത് കൂടി അസാത്ത് റിവർ എന്ന് പറയുന്ന ഒരു റിവർ ഒഴുകുന്നുണ്ട്. നമുക്കതിൻ്റെ ഒരു വിദൂര ദൃശ്യമൊക്കെ നമുക്ക് അടുത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഇത്തരത്തിലുള്ള ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകുമ്പോഴും മഞ്ഞുകാലത്താണ് ഇവിടെ വന്നിരുന്നെങ്കിൽ നമുക്ക് ആഗ്രഹം തോന്നിപ്പോകും. ഈ ചുറ്റുമുള്ള മലനിരകൾ നിറച്ചും മഞ്ഞ് പൊതിച്ച് നിൽക്കുന്ന കാഴ്ച ശരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിൽ മനോഹരമായിരിക്കണം ആ ഒരു കാഴ്ച. അതിൻ്റെ ചുറ്റും വലിയ ചെങ്കുത്തായ കാഴ്ചയാണ് ഗാർണി ടെമ്പിളിൻ്റെ ചുറ്റുപാടുള്ളത്. ഞാൻ മുൻപ് പറഞ്ഞ അസാത്ത് നദി നമുക്ക് താഴെ കൂടെ ഒഴുകി പോകുന്നത് നമുക്ക് വിദൂരതയിൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അവിടുത്തെ ഗ്രാമവാസികളുടെ ഏറ്റവും വലിയൊരു വരുമാന സോഴ്സ് തന്നെയാണ് ഗാർണി ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കൊടുക്കാനായിട്ടുള്ള അവരുടെ ഉൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളും ഒക്കെ നിർമ്മിച്ച് കൊടുക്കൽ തന്നെയാണ് അവരുടെ മെയിനായിട്ടുള്ള വരുമാന മാർഗം. എനിക്ക് തോന്നുന്നു ഈ കൊറോണ സീസണൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കുറഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഗാർണി ക്ഷേത്രം. ഗ്രീക്ക് റോമൻ ക്ഷേത്രമാണ്. AD 77 നിർമ്മിച്ചെന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായ രേഖകളൊന്നും ഇതുവരെ അറിയില്ല. ഒരുപാട് ചരിത്രം പറയാനുണ്ട് ഇതിന്. ഞാൻ കൂടുതൽ ചരിത്രമൊന്നും പറഞ്ഞിട്ട് വീഡിയോ ബോറാക്കുന്നില്ല. ഇതിൻ്റെ ചരിത്രം ഏറ്റവും നന്നായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അർമേനിയൻ യാത്രാ ബ്ലോഗ് കണ്ടാൽ മതി. അതിനകത്തെല്ലാം അദ്ദേഹം വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നു, കണ്ടു, ഇതിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചു. അത്രയും ഒരു ഭാഗ്യം എന്ന് മാത്രമേ നമ്മൾ കണക്കൂട്ടുന്നുള്ളൂ. ഗാർണി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് നോക്കുമ്പോഴാണ് ഈ നിർമ്മിതിയുടെ ഒരു വലുപ്പം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അതിഭീകരമായ വലുപ്പമുള്ളൊരു നിർമ്മിതി തന്നെയാണ്. നമ്മളൊക്കെ വെറും ഉറുമ്പുകളെ പോലെയാണ് അതിൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ. നല്ല കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ നിർമ്മിതിയാണ്. ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു നിർമ്മിതിയാണ്. ഇപ്പോഴും അതിങ്ങനെ തലയുയർത്തി നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ഞങ്ങളങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ചിലവഴിച്ച് തിരിച്ച് എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചു. വരുന്ന വഴിക്ക് നമുക്ക് കാണാം എത്രയോ വർഷം പ്രായമുള്ള മുന്തിരി ചെടികളൊക്കെ ഇപ്പോഴും നല്ല തളിർത്ത് പൂത്ത് മുന്തിരി കൊലകളായിട്ട് നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ സുലഭമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ ഗാർണി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള എല്ലാ സ്ഥലത്തും നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. അവിടെയൊക്കെ എല്ലാ വീടിൻ്റെ മുറ്റത്തും മുന്തിരി ചെടികൾ നട്ടു വളർത്തുന്നതൊക്കെ നമുക്ക് കാണാം. എല്ലാ സ്ഥലത്ത് പോയാലും മുന്തിരി ചെടി ഇങ്ങനെ തളിർത്ത് കിടക്കുന്നതും വളരെ വലിപ്പമുള്ളതും പ്രായം ചെന്നതൊക്കെ ആയ മുന്തിരി വള്ളികളിങ്ങനെ നമുക്ക് സുലഭമായിട്ട് കാണാൻ വേണ്ടി പറ്റും. കൊല കൊലയായിട്ട് മുന്തിരി ഇവിടെ കിടക്കുന്ന പോലെ നമുക്ക് കാണാം. വളരെ സാധാരണമായ ഒരു കാഴ്ചയാണ്. ഇവരെനിക്ക് മുന്തിരി ഉപയോഗിക്കുന്നത് വൈൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ മുന്തിരി ഒരു ഫ്രൂട്ടായിട്ട് കഴിക്കുന്നുവെന്ന് തോന്നുന്നില്ല. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലും ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ മുന്തിരി ഒന്നും ഞാൻ കണ്ടില്ല. അതേസമയം ജാമായിട്ടും വൈനായിട്ടും ഏറ്റവും കൂടുതൽ ഇവർ മാറ്റിയെടുക്കുന്നത് മുന്തിരിയെ തന്നെയാണ്.
നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടാത്ത, സുലഭമായിട്ട് കാണാൻ കിട്ടാത്തൊരു കാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നേരം ചുറ്റിയടിച്ച് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പതുക്കെ അവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എന്തായാലും അപ്പോഴത്തേക്ക് ഉച്ചയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്യാവശ്യം വിശന്നൊക്കെ തുടങ്ങി. എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയതിന് ശേഷം ഫുഡ് കഴിക്കാന്നുള്ള തീരുമാനത്തിൽ എല്ലാവരും പതുക്കെ വണ്ടിയിലേക്കൊക്കെ നടന്നു. ഈ എല്ലാവരും എന്ന് പറയുമ്പം ഞങ്ങളുടെ ഹോട്ടലിൽ തന്നെയുള്ള 3-4 പേര് വേറെയും സുഹൃത്തുക്കളുണ്ടായിരുന്നു. സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ അവിടുന്ന് പരിചയപ്പെട്ട കുറച്ച് ആൾക്കാർ, മലയാളികൾ തന്നെയാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഈ ടൂർ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തത്. അങ്ങനെ ഞങ്ങളെയും കാത്തുനിന്ന് അപ്പൂപ്പൻ്റെ അടുത്തേക്ക് പോയി ഞങ്ങൾ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തിരിച്ചു. പഴയ കാഴ്ചകൾ തന്നെ, വിരസമായ വരണ്ട കാഴ്ചകളിലൂടെ തന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ പോവാണ്. സോ ഫ്രണ്ട്സ്, സീ യു അഗൈൻ. ബൈ.